ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബ്രൈഡൽ ദുപ്പട്ടയാണ് കേട്ടോ. അതായത് റെഡിമെയ്ഡ് ഗൗണിനൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു ദുപ്പട്ടയാണ്. ഒരു ബ്രൈഡിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണിത്. പിന്നെ അധികം കോസ്റ്റൊന്നും വരുന്നില്ല. നെറ്റ് ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആർക്കും, അതായത് ഒരുപാട് മെനക്കെട്ടിട്ട് ചെയ്യേണ്ട ഒരു പണിയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, വാട്സപ്പ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗൗണ് റെഡിമെയ്ഡ് ഗൗണാണ്, പക്ഷെ അതിന് മാച്ചായിട്ടുള്ളൊരു ദുപ്പട്ട മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഉള്ളിലൊരു സ്കാർഫ് വെയർ ചെയ്തിട്ടാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. നിങ്ങൾ വളരെ എളുപ്പമാണ്, ആർക്കും ചെയ്യാം. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ട് കല്യാണ തലേന്നോ അല്ലെങ്കിൽ ഹൽദിക്കോ ഒക്കെ ഇടണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം. ഇത് വൈറ്റ് കളറിലെ ഏത് കളറിലും നെറ്റും ഫ്ലവേഴ്സൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ളത് നെറ്റ് ഫാബ്രിക് 2.5 മീറ്ററാണ്. അത് 2.5 വേണ്ടവർ 2.5 എടുക്കുക, 2.25 വേണ്ടിയുള്ള വെച്ചാൽ അങ്ങനെ എടുക്കുക. നെറ്റ് തന്നെ 65 വീതിൻ്റെതും 44 വീതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സൈസും നെറ്റിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് വേണം അതൊക്കെ എടുക്കാൻ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ലേസാണ് വാങ്ങിയിട്ടുള്ളത്, സിന്തറ്റിക് ലേസാണ്. തീരെ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നെറ്റ് ഫാബ്രിക്കിന് നല്ല മാച്ചാണ് കേട്ടോ. നെറ്റിന് വെയിറ്റുള്ള ലേസ് വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ നെറ്റ് ബാക്കോട്ടേക്ക് വലിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഒരു ഫ്ലവർ ഇത് തൂക്കിയാണ് വാങ്ങുന്നത് കേട്ടോ. അത് 10 ഗ്രാമിന് 50 രൂപ അങ്ങനെ എന്തോന്നാണ്. ഇത് ബീഡ്, ഹാഫ് ബീഡ്, ഹോളുള്ള ടൈപ്പ്, ഒട്ടിക്കുന്നതല്ല, കോർത്തെടുക്കുന്നത് തന്നെ ഹാഫാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത പോലുള്ള രൂപത്തിലാണ്. ഇത്രയും ഐറ്റംസ് സൂചി നൂലും മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. പിന്നെ ആർക്കും, അതായത് ഹാൻഡ് എംബ്രോയിഡറി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമാക്കിയിട്ടൊന്നും ഉണ്ട് വിചാരിക്കേണ്ട ആരും. നമ്മൾ ആദ്യം തന്നെ ഈ ലേസ് നമ്മുടെ കറക്റ്റ് ഈ നെറ്റിൽ കറക്റ്റ് അളവിലാക്കിയതിന് ശേഷം എഡ്ജിലേക്ക് കൂടി ലേസ് വെച്ച് തയ്ച്ച് കൊടുക്കുക. ലേസ് വെച്ച് തയ്ക്കുന്ന സമയത്ത് ലേസിൽ വേഗം ഇത് കാണുമല്ലോ, നൂല് കാണുമല്ലോ. അതുകൊണ്ട് കറക്റ്റ് നൂല് തന്നെ എടുത്ത് തയ്ക്കുമ്പോൾ ഒരേ സമയത്ത് തന്നെ എൻഡ് ഭാഗം മടക്കി തയ്ക്കലും അതോടൊപ്പം തന്നെ ലേസ് അറ്റാച്ച് ചെയ്യലും കൂടി നമ്മൾ ചെയ്യണം. എന്നാലേ 2-3 സ്റ്റിച്ച് വരാതെ വൃത്തിയിലുണ്ടാവുള്ളൂ. അതായത് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്യുക, നമ്മൾ അറ്റം മടക്കി അടിക്കേണ്ട ഭാഗം, എന്നിട്ട് അതിൻ്റെ മേലെ ഈ ലേസ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ രണ്ടും കൂടി റെഡി ആവുമല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. അങ്ങനെ 4 വശത്തും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ സ്ഥലത്താണ് ഫ്ലവർ കൊടുക്കേണ്ടത്, എത്ര ഗ്യാപ്പിലാണെന്നുള്ളത് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് സൂചി ഞാൻ 4 ഇഴയിലാണ് കേട്ടോ കോർത്തിട്ടുള്ളത്. കാരണം ഒരൊറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായാലേ വൃത്തി ഉണ്ടാവുള്ളൂ, അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോരുമല്ലോ. കോർത്തിട്ട് നൂല് ഫുള്ള് വലിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഫുള്ള് വലിച്ചില്ല, കുറച്ചവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഒരു ഭാഗം കുഴിഞ്ഞോണ്ടാണ്. ആ കുഴിഞ്ഞ ഭാഗം അടിയിലേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ കോർത്തിട്ട് ഈ ബീഡ്, നമ്മുടെ ഹാഫ് ബീഡ് ഇല്ലാത്തവർക്ക് അല്ലാത്ത ബീഡ് എടുക്കട്ടെ. ഹാഫ് ബീഡ് ആകുമ്പം ഒന്നുകൂടി പതിഞ്ഞ് നിൽക്കുമ്പോൾ മേലെ ഭാഗം കാണാൻ നല്ലൊരു ഭംഗിയാണ്. എന്നിട്ട് ഹാഫ് ബീഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കോർക്കുക. നൂല് ഫുള്ളായിട്ട് വലിക്കാത്തതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് ഈ ത്രെഡിൽ ഈ ലേസ് നെറ്റിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തുണിയിലാണ് നമുക്ക് ഫുള്ളായിട്ട് വലിച്ചിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അടിയിൽ നിന്നിട്ട് വലിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ രണ്ടാമതൊന്ന് കാണിക്കാം. ഫ്ലവർ ഇങ്ങനെ കോർത്ത്, എന്നിട്ട് നമ്മുടെ ആ ബീഡ്, ഇതിപ്പം വൈറ്റ് തന്നെ ആയതുകൊണ്ടാണ് എല്ലാം വൈറ്റ് തന്നെ കൊടുക്കുന്നത് കേട്ടോ. പിങ്കിലോ പീച്ചിലോ അല്ലെങ്കിൽ റെഡിലോ ഒക്കെ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഈ ബീഡിനെ കോർത്തിട്ട്, അപ്പോൾ ആ ബീഡ് അവിടെ വന്നു. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ ആ ഹോളിലേക്ക് കൂടി തിരിച്ച് താഴേക്കാണ് നമ്മൾ ഇറക്കുന്നത്. കണ്ടില്ലേ? കറക്റ്റ് ഹോളിലേക്ക് കൂടി ആ കുത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നെറ്റിൻ്റെ അടിയിൽ നിന്ന് നൂല് കുത്തി പുറത്തേക്ക് എടുത്തില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തിയിട്ട് താഴേക്ക് എടുക്കുക. താഴേക്ക് എടുത്ത് അപ്പോൾ ഈ ബീഡിനെ കറക്റ്റ് പതിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലാക്കിയതിന് ശേഷം
മറിച്ചിട്ടിട്ട് ഇതിങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ്. ഈ നെറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. തുണിയാണെങ്കിൽ അത് നൂലിങ്ങോട്ടേക്ക് വലിച്ച് പിന്നെയും വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ ഉള്ളിൽ കൂടി ചുറ്റിയെടുത്ത് സാധാരണ കെട്ടിടുമല്ലോ, തുന്നുമ്പോൾ കെട്ടിടുന്ന പോലെ തന്നെ കെട്ടിട്ടാൽ മതി. ഇത് തീരെ തയ്യൽ ഈ നൂലുകളൊന്നും എവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട ഡിസ്റ്റൻസിൽ എല്ലാ സ്ഥലത്തും ഫ്ലവർ ചെയ്ത് കൊടുക്കണ്ട. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ലേ. പിന്നെ നൂല് ബാക്കിലേക്ക് ഒന്ന് തൂങ്ങി നിൽക്കുന്ന രൂപത്തിലൊന്നും ആവരുത്. ഇത് ഞാൻ പിന്നെ കറക്റ്റ് മെഷർമെൻറ്റ് മൊത്തം ഷോളിൻ്റെ വീതിയോ നീളമൊക്കെ അളവെടുത്ത് അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ ഫ്ലവർ കൊടുക്കേണ്ടത്. ഇത്ര പണിയേ ഉള്ളൂ. ആർക്കും ചെയ്തുകൂടെ, ഏത് ചെറിയ കുട്ടിക്കും ചെയ്യാം. നമ്മൾ കല്യാണ പെണ്ണിന് തന്നെ വേണം നോക്കണം എന്നൊന്നുമില്ല കേട്ടോ. ചെറിയ മക്കൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്തുതരാൻ പൂതി, അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കാം. ഡാൻസിന് ഒക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. വെയിറ്റ് ഇല്ലാത്ത ലേസ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കണം. കാരണം നെറ്റാണ് ഫാബ്രിക്. ഒരുപാട് വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മണവാട്ടിക്ക് ചെയ്യുന്നതാണെങ്കിലും വലിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നത് അത്. ഇത് നെറ്റിൽ തന്നെ ആവണമെന്നില്ല, ഡ്രസ്സിൽ ചെയ്യാം, ഫ്രോക്കിൽ ചെയ്യാം ഒക്കെ. ഒരു പാറ്റേൺ ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ ബാച്ച്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം നല്ലൊരു വീഡിയോയിലേക്ക് കൂടെ നമുക്ക് വീണ്ടും കാണാം. കണ്ടില്ലേ, ആദ്യം കറക്റ്റ് മാച്ചായിട്ടാണ് ഷോള് വരുന്നത്. ആ നെറ്റും ഇതിലൊക്കെ വരുന്ന സമയത്ത് വളരെ എളുപ്പമാണല്ലോ, ആർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു വർക്കാണ്. കുഞ്ഞു വാവകളുടെ ചെസ്റ്റ് ഭാഗത്ത്, ഉടുപ്പിൻ്റെ ചെസ്റ്റ് ഭാഗത്തൊക്കെ ഇതേപോലെ ഫ്ലവർ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.